ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളേക്ക് വാദം കേൾക്കാനായി മാറ്റി. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വാദം കേൾക്കുക. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? നാളേക്ക് കേസ് മാറ്റിയിരിക്കുന്നു. പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളത്തേക്ക് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നവംബർ 27-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സംവിധായിക പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി കൊടുക്കുന്നത്. പി ടി കുഞ്ഞുമുഹമ്മദ് നമുക്കറിയാം CPM സഹയാത്രികനാണ്, മുൻ MLA ആണ്. പക്ഷേ നവംബർ 27-ന് പരാതി കൊടുത്തിട്ട് ഡിസംബർ 8-ന് മാത്രമാണ് കണ്ടോൺമെൻറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതിൽ തന്നെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. CPM സഹയാത്രികനും മുൻ MLA-യും ഒക്കെ ആയതുകൊണ്ടാണ് പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി എടുക്കാതിരുന്നത് എന്ന്. ഈ സമയമായിട്ട് പോലും പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഇതുവരെയും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്ന വിമർശനവും വളരെ ശക്തമായി നിൽക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നുമില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഒരു തീരുമാനം എന്താണ് വരുന്നത് എന്ന് നോക്കട്ടെ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സാഹചര്യ തെളിവുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ പരാതിയിൽ കഴമ്പുണ്ട് എന്ന ബോധ്യമാണ് പോലീസിന് ഉള്ളത്. കാരണം താമസിച്ച ഹോട്ടലിലെ CCTV മുറികളിൽ ആ യുവതി പരാതിപ്പെടുന്നത് തെളിയിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള തെളിവുകൾ പോലീസിന് പ്രാഥമികമായി കിട്ടി എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് പി ടി കുഞ്ഞുമുഹമ്മദ്. അതിൻ്റെ തന്നെ ഭാഗമായിട്ടായിരുന്നു സംവിധായകയായ യുവതിയും തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്ത്. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നതും പിന്നീട് പരാതി ഉണ്ടാകുന്നതും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പരാതിയായി എത്തുകയും ചെയ്യുന്നത്. സ്മൃതി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.